മറ്റു വാർത്തയിലേക്ക് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി A. റഹീം MP ഇന്ന് തെരഞ്ഞെടുക്കും. ജില്ലാ സെക്രട്ടേറിയറ്റിലെടുത്ത തീരുമാനത്തിന് ഇന്ന് ചേരുന്ന ജില്ലാ കമ്മിറ്റി അംഗീകാരം നൽകും. നിലവിലെ ജില്ലാ സെക്രട്ടറി V. ജോയ് വർക്കല നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്ന പശ്ചാത്തലത്തിലാണ് മാറ്റം. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പട്ടികയും യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. അർജുൻ രാജ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അർജുൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും A. റഹീമിൻ്റെ ഒരു താൽക്കാലിക ചുമതല എന്ന മട്ടിലാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അർഷൻ, കഴിഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനിച്ചതാണ് താൽക്കാലിക ചുമതല A. റഹീമിനെ നൽകുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജില്ലാ കമ്മിറ്റി ചേർന്ന് ആ തീരുമാനത്തിന് അംഗീകാരം നൽകും. V. ജോയ് MLA സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ A. റഹീം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടരാനുള്ളൊരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് V. ജോയിയോടൊപ്പം അടുപ്പക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആൾ കൂടിയാണ് A. റഹീം. അങ്ങനെയുള്ളൊരു പിന്തുണ ഔദ്യോഗികമായിട്ടുള്ള പിന്തുണ എന്തായാലും റഹീമിന് ഒപ്പമാണ് തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിൻ്റെ. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് അദ്ദേഹം തുടരാനുള്ളൊരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. V. ജോയി വർക്കലയിൽ MLA ആയി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്നത്. ജില്ലാ സെക്രട്ടറി മത്സരിക്കണോ എന്നതുൾപ്പെടെയുള്ള ചർച്ചകൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ വർക്കല സീറ്റ് നിലനിർത്തണമെങ്കിൽ V. ജോയ് തന്നെ മത്സരിക്കണം എന്നുള്ള നിലപാടിലായിരുന്നു ജില്ലാ നേതൃത്വം. അത് അംഗീകരിച്ചുകൊണ്ടാണ് V. ജോയി വർക്കലയിൽ മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന നേതൃത്വവും എത്തിയത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിയുകയാണ് V. ജോയി. സ്വാഭാവികമായും ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട നേതാവായി ഉയർന്നു വന്ന ആളാണ് A. റഹീം. സംസ്ഥാന നേതൃത്വത്തിലുണ്ടായിരുന്നു. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് നിലവിൽ. രാജ്യസഭ MP ആണ്. എന്ന് മാത്രമല്ല തിരുവനന്തപുരത്ത് വലിയ വെല്ലുവിളി അദ്ദേഹത്തിന് മുന്നിലുള്ളത് 10 സിറ്റിംഗ് MLA-മാരാണ് ഇത്തവണ മത്സരിക്കുന്നത്. 10 MLA-മാർ ഉള്ള CPM-ന് 10 MLA-മാർ ഉള്ള ജില്ലയാണ് തിരുവനന്തപുരം. മത്സരിച്ച എല്ലാവരും ജയിച്ച ഇടം കൂടിയാണ് തിരുവനന്തപുരം. അങ്ങനെയുള്ള ഇടത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ആ ഒരു അപ്രമാദിത്യം നിലനിർത്തുക എന്നുള്ളതാണ് റഹീമിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വെല്ലുവിളി. അത് അദ്ദേഹത്തിന് ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയമായത്. എന്തായാലും ഇന്ന് ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരിക്കും റഹീമിനെ സെക്രട്ടറിയായി അംഗീകരിക്കുന്ന നടപടി ഉണ്ടാവുക.